അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഅയ്ദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരിക്നാ വആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അള്ളാഹു ചില ആളുകൾക്ക് നൽകുന്ന വലിയ തൗഫീഖാണ് നിരവധി ഹജ്ജും ഉംറയും ചെയ്യാനുള്ള സൗഭാഗ്യം. എന്നാൽ മറ്റു ചില ആളുകൾ കുറേ ഹജ്ജും ഉംറയും ചെയ്തിരിക്കും, പക്ഷേ അതെല്ലാം മറ്റുള്ളവർ അറിയാൻ വേണ്ടിയും ഞാൻ ഏറെ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമായിരിക്കും. എന്നാൽ മറ്റു ചിലർ റമദാനിലെല്ലാം ഉംറ യാത്ര ചെയ്യുന്നതും സിയാറത്ത് യാത്ര ചെയ്യുന്നതുമെല്ലാം സക്കാത്തിന് വേണ്ടി, അല്ലെങ്കിൽ പാവങ്ങളായ ആളുകൾ തന്നെ സമീപിക്കുന്നത് അത് തടയാൻ വേണ്ടിയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ആണ് എന്ന് നമുക്ക് അത്തരം ചില ആളുകൾ വ്യക്തമായി പറഞ്ഞത് നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഒരുപാട് പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ സഹായിക്കുന്നതാണോ, ഇത്തരത്തിലുള്ള ഹജ്ജ് ഉംറ യാത്ര ചെയ്യുന്നതാണോ ഉത്തമം എന്നൊരു ചർച്ച പണ്ഡിത ലോകത്ത് നമുക്ക് കാണാം. മഹാന്മാരായ അയിമ്മത്തുകൾ ഈ വിഷയത്തിൽ ഖണ്ഡിതമായി തന്നെ വിധി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇങ്ങനെയുള്ള യാത്രയെക്കുറിച്ച് മഹാന്മാർ പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി. മഹാനായ ഹാഫിദ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. കൂടുതൽ ഹജ്ജ് ചെയ്ത ഒരാൾ അയാളുടെ ചെലവ് സംഖ്യ കുടുംബ ബന്ധം പുലർത്താനോ അടിമ മോചനത്തിനോ ഉപയോഗിച്ചുകൂടെ, അതല്ലേ നല്ലത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞത്, അനാവശ്യങ്ങളൊന്നുമില്ലാത്ത 7 തവണകളുള്ള ത്വവാഫ് ഒരു അടിമയെ മോചിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാകുന്നു എന്നാണ്. ഹജ്ജ് അടിമമോചനത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. അപ്പോൾ ഹജ്ജ് ധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അടിമമോചനം ധർമ്മത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നു. അപ്പോൾ സദക്ക ചെയ്യുന്നതിനേക്കാളും ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മം ഹജ്ജ് തന്നെയാണ്, അതുപോലെ ഉംറ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ശറഉൽ ഈളായിലും ഈ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ഏറെ ഹജ്ജും ഉംറയും ചെയ്തുകൊണ്ട് വലിയ പ്രതിഫലം കരസ്ഥമാക്കാനും ഒപ്പം സാധുക്കളെ ചേർത്ത് പിടിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.